ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി റദ്ദാക്കി. ഓർത്തഡോക്സ് വിഭാഗത്തിന് തിരിച്ചടിയാണ് കോടതി നടപടി. പാലക്കാട്, എറണാകുളം, കൊല്ലം ജില്ലകളിലെ 6 പള്ളികളുമായി ബന്ധപ്പെട്ട 7 അപ്പീലുകളാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. പള്ളികളുടെ ഭരണവും കൈവശവും സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവുകളാണ് അപ്പീലിൽ ചോദ്യം ചെയ്തത്. സർക്കാരിന്റെ മധ്യസ്ഥതയ്ക്ക് കോടതി പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 പള്ളികളുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷം ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്ത് അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ആ അനുകൂല ഉത്തരവിൽ ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിനാണ് യാക്കോബായ വിഭാഗത്തിൻ്റെ ആവശ്യമാണ് കോടതി പരിഗണിച്ചിരിക്കുന്നത്. നേരത്തെ ഓർത്തഡോക്സ് പക്ഷത്തിന് ഇവിടേക്ക് കടന്നു ചെല്ലാനും ആരാധന നടത്താനുമുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ഉണ്ടായിരുന്നത്. ഇപ്പോൾ യാക്കോബായ വിഭാഗം അതിനെ എതിർക്കുകയും റിട്ട് അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിട്ട് അപ്പീലുകൾ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, സർക്കാർ ഇതിൽ ചർച്ചകൾ നടത്തുകയാണ് എന്ന് ഒരു ഭാഗം ഉന്നയിച്ചിരുന്നു. അതിന് അനുകൂലമായി ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഇതിൽ ചർച്ചകൾ നടത്താം, അതിന് ഒരു അനുകൂലമായ സമീപനം ഹൈക്കോടതിയും സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. സർക്കാർ ഇക്കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് ഏതാണ്ട് 1000-ലധികം പള്ളികളിൽ ഈ രീതിയിലുള്ള ഈ സഭകളുടേതായിട്ടുണ്ട്. അപ്പോൾ ഈ 6 പള്ളികളുടേത് മാത്രമായിട്ട് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ 6 പള്ളികളിൽ തീരുമാനമെടുക്കുമ്പോൾ മറ്റു പള്ളികളിലേക്കും ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ അടക്കമുണ്ട്. അതൊരു ക്രമസമാധാന പ്രശ്നമെന്ന രീതിയിൽ വളർന്നു വരുന്നതിനേക്കാൾ അപ്പുറം ഇത് ഒരു നൂറ്റാണ്ടോളമായി നിലനിൽക്കുന്ന കാര്യം, തർക്കം നിൽക്കുന്നതാണ്. അപ്പോൾ അത് അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ചർച്ചകൾ കൊണ്ട് അത് അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് സഭാധ്യക്ഷന്മാരുമായി, ഇരു സഭകളുടെയും അധ്യക്ഷന്മാരുമായി ഈ ചർച്ചകൾക്ക് തുടക്കമിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. മതപരമായ കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടുന്നത് പരിധിയുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇക്കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ അത് തുടരാമെന്ന് കോടതിയും പറഞ്ഞിരിക്കുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഇനി തുടർ ചർച്ച എന്ത് എന്നതെല്ലാം തന്നെ സർക്കാർ വ്യക്തമാക്കണം. നിലവിൽ 6 പള്ളികളിലാണ് തർക്കം ഉന്നയിക്കുകയും വന്നിരിക്കുന്നത്. അതിൽ 3 പള്ളികൾ പാലക്കാടും 2 എറണാകുളത്തും 1 പള്ളി കൊല്ലത്തുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു സഭയുടേതടക്കമുള്ള ഭരണഘടന അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവിടെ ആരാധന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തങ്ങൾക്ക് കൂടി ആരാധന അർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആവശ്യമുന്നയിക്കുകയും അത് സിംഗിൾ ബെഞ്ച് അനുവദിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് യാക്കോബായ വിഭാഗം കോടതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ പഴയ സിംഗിൾ ബെഞ്ച് ഉത്തരവ്, ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി അതിനെ എതിരെ കൽപ്പിച്ചിരിക്കുന്നത്. യാക്കോബായ വിഭാഗം ഉന്നയിച്ച ആവശ്യം അനുസരിച്ചുകൊണ്ട് പഴയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. സർക്കാരിന് ചർച്ച തുടരാമെന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.